ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന ഒരു സമയത്ത് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോകൂ. നിങ്ങൾ എത്ര ദാരിദ്ര്യമായ അവസ്ഥയിലാണേലും നിങ്ങളെ ഭഗവാൻ അതിസമ്പന്നനാക്കും, യാചകനെയും കോടീശ്വരനാക്കും. അപ്പം ഞാൻ പറയുന്ന ഒരു സമയത്ത് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോയി നോക്ക്. ഞാൻ പറയുന്ന ഒരു ലളിതമായ ഒരു കാര്യം ചെയ്തു നോക്ക്. ഞാൻ പറയുന്ന ഒരു 5 അക്ഷരം ഞാൻ പറയുന്ന രീതിയിലൊന്ന് ഉരുവിട്ട് നോക്ക്. യാചകനും കോടീശ്വരനാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ദാരിദ്ര്യമുള്ള വ്യക്തി പോലും ഭഗവാൻ അതിസമ്പന്നനാക്കി മാറ്റും. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. വീഡിയോ മുഴുവൻ കേൾക്കണം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഈ 1000-നും മേലുള്ള ഇത്രയും വീഡിയോകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയൊരു പുണ്യമായിരിക്കും. അതുപോലെ ശിവഭഗവാന്റെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ അതിനപ്പുറത്തൊന്നും പറയേണ്ടതില്ലല്ലോ. അപ്പോൾ മനസ്സിലാകുമല്ലോ എന്ത് കാര്യമാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യും. എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും. എങ്ങനെ ചെയ്യുന്നത് ഞാൻ പറയും. ഇത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. ഞാൻ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. പിന്നെ ഒരു മുൻഗണനാക്രമത്തിലായിരിക്കും ഡേറ്റ് കൊടുക്കുന്നത്. ആ ഡേറ്റിന് വേണ്ട കാര്യങ്ങളെല്ലാം നോക്കി വിശദമായിട്ട് പറയുന്നതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ ധൃതി വെച്ചിട്ട് കാര്യമില്ല. അത് താല്പര്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യണ്ട. അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും. ആ നിലയിൽ പറയുന്നതാണ് ഓരോ വീഡിയോയിലും. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്കിൽ തന്നെ സമയത്തിന് തീരാറില്ല. അതുകൊണ്ട് അതിനെ വാട്സപ്പ് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാ ദിവസവും രാത്രി 8-നും 8:30-ക്കും ഇടയ്ക്ക് ഞാൻ വീഡിയോ ഇടും. ചാനലിൽ കയറിയാൽ കാണാം. ആവശ്യമുള്ളവർ അത് പ്രയോജനപ്പെടുത്തുക. ഇനി വിഷയത്തിലേക്ക് വരാം. ഈ ഒരു സമയത്ത് നിങ്ങൾ ശിവക്ഷേത്രത്തിലേക്ക്, നിങ്ങളുടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് പോവുക. ഇപ്പോൾ ചിലർ വിചാരിക്കും, പിന്നെ ആ സമയത്ത് പോയാൽ ഇപ്പോൾ അങ്ങ് എന്തോ നടക്കാൻ പോകുന്നത്. ചെയ്തു നോക്കാം, നടക്കുമല്ലോ എന്നറിയാം, അല്ലെ ജീവിതം മാറുമല്ലോ എന്നറിയാം. കാരണം മാറിയിട്ടുണ്ട്. ഞാൻ പറയുന്ന ആ സമയത്തിന് ശിവക്ഷേത്രത്തിൽ പോകണം. നിങ്ങളുടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഞാൻ പറയുന്ന 5 അക്ഷരം ഉരുവിടണം, ഞാൻ പറയുന്ന രീതിയിൽ. അതോടൊപ്പം ഒരു കാര്യം ഭഗവാന് സമർപ്പിക്കണം. അതെന്താണെന്ന് ഞാൻ പറയും. ഇത്രയും കാര്യം ഞാൻ പറയും. അത് നിങ്ങൾ ചെയ്താൽ, ആത്മാർത്ഥമായിട്ട് ചെയ്താൽ, സാധിക്കുന്ന പോലെ ആവർത്തിച്ചാൽ, ഭഗവാൻ നിങ്ങളെ ഏറ്റവും ഉയർന്ന നിലയിലുള്ള സാമ്പത്തിക സ്ഥിതിയും ഐശ്വര്യവും സകല സൗഭാഗ്യങ്ങളും നൽകി നിങ്ങളെ ഭഗവാൻ അനുഗ്രഹിക്കും. അപ്പം ഇത് മുഴുവൻ കേൾക്കണം കേട്ടോ. തിങ്കൾ, ശനി ഈ ദിവസങ്ങളിൽ വൈകുന്ന പാട് വലിയ സാമ്പത്തിക ദുരിതമാണ്, ദാരിദ്ര്യമാണ്, വലിയ ക്ലേശങ്ങളാണ് എങ്കിൽ തിങ്കൾ, ശനി വൈകുന്ന പാട് വൈകുന്നേരം ശ്രദ്ധിച്ച് കേൾക്കണം. രാവിലെ അല്ല, വൈകുന്ന പാട് ശിവക്ഷേത്രത്തിൽ പോവുക. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാൻ ഒന്നുകിൽ മുല്ലപ്പൂവ് അല്ലെങ്കിൽ തുമ്പപ്പൂര്, വെള്ളപ്പൂക്കളാണ് വെക്കേണ്ടത്. അതിലേറ്റവും നല്ലത് ഒന്നുകിൽ മുല്ലപ്പൂ അല്ലെങ്കിൽ തുമ്പപ്പൂ. തുമ്പപ്പൂ ആണെങ്കിൽ ഇലയില്ലാതെ ഒരല്പം മതി. ഒരു 3-4 തുമ്പപ്പൂ ആണെങ്കിലും മതി, ഇലയില്ലാതെ. ഇനി അതല്ല, തുമ്പപ്പൂ ഇല്ലെന്നുണ്ടെങ്കിൽ മുല്ലപ്പൂ ആണെങ്കിലും മതി. മുല്ലപ്പൂ അല്ലെ മുല്ലപ്പൂ മാലയാണെങ്കിലും മതി, അതൊന്നും കുഴപ്പമില്ല. ഭഗവാനെ നിങ്ങൾ കയ്യിൽ പിടിച്ച്, നിങ്ങൾ കാലും കയ്യും മുഖവും ഒന്ന് നനയ്ക്കണം. എന്നിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് കയറാൻ. എന്നിട്ട് ഈ മുല്ലപ്പൂ ആയിക്കോട്ടെ അല്ലെങ്കിൽ തുമ്പപ്പൂ ആയിക്കോട്ടെ, ഇത് രണ്ടിലേതെങ്കിലും ഒരു രീതിയിലുള്ള വെള്ളപ്പൂ വേണം കേട്ടോ. ഇത് രണ്ടിലേതെങ്കിലും ഒന്നുകിൽ മുല്ലപ്പൂവോ അല്ലെങ്കിൽ തുമ്പപ്പൂവോ. അപ്പം ഈ പൂ പിടിച്ച് കൈയും കാലും മുഖം നനച്ച ശേഷം ഈ പൂ കയ്യിൽ പിടിച്ച് ഭഗവാന്റെ മുന്നിൽ നിന്ന് കൃത്യം നേരെ നിൽക്കരുത്, അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്പം മാറി വേണം നിൽക്കാൻ. നിന്ന് ഞാനീ പറയുന്ന 5 അക്ഷരം ഞാനീ പറയുന്ന രീതിയിൽ ഉരുവിടണം. വാ കൊണ്ട് അധികം ശബ്ദമൊന്നും വേണ്ട, നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ഉറച്ച മനസ്സോടുകൂടി ന മ ശി വ യ ഇത് ഉരുവിടുക. ഇതൊരു 3 തവണ ഉരുവിടുക. ന മ ശി വ യ ഇത് ഉരുവിടുമ്പോൾ ഭഗവാനും
ദേവിയും മാത്രമേ നിങ്ങളുടെ മനസ്സിൽ കാണാവുള്ളൂ. ശിവപാർവതിമാരെ സങ്കല്പിച്ച് ഉരുവിടണം. ന മ ശി വ യ, ന മ ശി വ യ, ന മ ശി വ യ. നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ വേണം, വാ കൊണ്ട് തന്നെ ഉരുവിടണം, മനസ്സിലല്ല പറയുന്നത്. എന്നിട്ട് നിങ്ങൾ ഈ മുല്ലപ്പൂ കയ്യിൽ പിടിച്ച് അല്ലെങ്കിൽ തുമ്പപ്പൂ കയ്യിൽ പിടിച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യം പറയുക. ദുരിതങ്ങളാണെങ്കിൽ ഭഗവാനെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ, എനിക്ക് ജീവിതമാർഗം നൽകണേ, എനിക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല, സമ്പത്ത് നൽകണേ. വേണ്ട കാര്യം വ്യക്തമായിട്ട് ഉറച്ച മനസ്സോടുകൂടി ആവശ്യപ്പെടണം. അത് മനസ്സിലോ വായിലോ വാഗുണ്ടോ പറയാം. എന്നിട്ട് ഭഗവാനെ നടക്കി വെക്കുക. ഇത് തിങ്കളാഴ്ച വൈകിട്ടും ചെയ്യണം, ശനിയാഴ്ച വൈകിട്ടും ചെയ്യണം. സാമ്പത്തിക ദുരിതങ്ങളെ, വലിയ ദുരിതങ്ങളെ, ക്ലേശങ്ങൾ, ഇതൊക്കെ ഭഗവാന് മാറാൻ വേണ്ടി സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. ഇനിയും ഇപ്പം വിവാഹമൊക്കെ നടക്കാൻ തടസ്സമുള്ളവരാണ്, അല്ലെങ്കിൽ ഭാര്യഭർത്തൃ ഐക്യം ഇല്ല, വീട്ടിലെപ്പോഴും കലഹമാണ്, ഐക്യക്കുറവാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യമില്ല, ഇനി വിവാഹം നടക്കാത്തവരെ, അങ്ങനെയുള്ളവർക്കൊക്കെ വെള്ളിയാഴ്ച വൈകിട്ട് അവരുടെ ആവശ്യം പറഞ്ഞ് ഇതുപോലെ തന്നെ നമഃശിവായ, നമഃശിവായ എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരവും പെറുക്കിയാണ് ജപിക്കേണ്ട, ഓം വേണ്ട, വാഗുകൊണ്ട് ജപിച്ച് നിങ്ങളുടെ കാര്യം പറഞ്ഞ് നടക്കി വെക്കാം. വിവാഹകാര്യത്തിന് വെക്കാം, ഭാര്യഭർത്തൃ ഐക്യത്തിന് വെക്കാം, അങ്ങനെ ഒരു ഐക്യസംബന്ധമായിട്ടുള്ള കാര്യത്തിന് വെക്കാം. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു വാഹനം വേണം, ഒരു വീട് വേണം, വെള്ളിയാഴ്ച വൈകിട്ട് ഈ നമഃശിവായ ഈ പറഞ്ഞ രീതി ഉച്ചരിച്ച് തുമ്പപ്പൂവോ അല്ലെങ്കിൽ മുല്ലപ്പൂവോ നടക്കി വെച്ചാൽ മതി. മുല്ലപ്പൂവായിട്ട് കിട്ടിയില്ലെങ്കിലും മുല്ലപ്പൂ മാലയാണേലും മതി കേട്ടോ. കിട്ടുന്ന പോലെ ചെയ്യുക, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. മനസ്സ് ഭഗവാനിൽ ചെല്ലണം, ദേവിയിൽ ചെല്ലണം എന്നുള്ളതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് വീട്, വാഹനം, കല്യാണം, ഭാര്യഭർത്തൃ ഐക്യം, ഇതിനൊക്കെ വെള്ളിയാഴ്ച വൈകിട്ട് ശിവക്ഷേത്രത്തിൽ തുമ്പപ്പൂവോ മുല്ലപ്പൂവോ ഈ നമഃശിവായ എന്ന് ഞാൻ പറഞ്ഞ രീതിയിൽ ജപിച്ച് വെക്കണം. അപ്പോൾ അതിനു മുമ്പ് കാലും കൈയും മുഖം കഴുകിയിട്ട്, ഇത് എന്ന് വെച്ചാൽ ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അവിടെ പൈപ്പുണ്ട്, ആ പൈപ്പിൽ ഒന്ന് കാലും മുഖം നനച്ചിട്ട് ഇത് ചെയ്യാവുള്ളൂ. അത് ഇതിൻ്റെ അകത്ത് കാര്യമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ആ ഒരു ശരീരത്തിൽ ആ ജലാംശം വേണം, നമ്മൾ അതിനകത്ത് കാര്യമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനിയും ഞായറാഴ്ച വൈകുന്ന പാടാണെങ്കിൽ നിങ്ങളുടെ പിതൃപ്രീതി ഉണ്ടാകാൻ, നിങ്ങളുടെ കുടുംബത്തിലെ വലിയ തീരാദുരിതങ്ങൾ മാറാൻ, നിങ്ങളുടെ കുടുംബത്തിലെ പിതൃദോഷം കൊണ്ടുള്ള കാര്യങ്ങൾ മാറാൻ. പിതൃദോഷം കൊണ്ട് ഏതെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്? സന്തതികൾ ഉണ്ടാകാൻ തടസ്സം, സന്തതികൾ ഉണ്ടായാലും അവരെക്കൊക്കെ ഒരു പെടുമരണങ്ങളെ, അപകട മരണങ്ങളെ, അല്ലെ അവർക്ക് പല ക്ലേശങ്ങളെ, അല്ലെ അവരെ കൊണ്ട് അനുഭവമില്ലാതെ പോവുക. പിന്നെ വീട്ടിലെപ്പോഴും ഒരു വല്ലാത്ത ഒരു എന്ത് കിട്ടിയാലും ഒന്നും ഇല്ലാത്ത അവസ്ഥ, ഇതൊക്കെ പിതൃദോഷം ഉള്ളതുകൊണ്ടുണ്ടാകാം. പിതൃദോഷം മാറണമെങ്കിൽ ഞായറാഴ്ച വൈകിട്ട് ശിവക്ഷേത്രത്തിൽ ഈ നമഃശിവായ ഈ പറയുന്ന രീതിയിൽ ജപിച്ച് കയ്യും കാലും മുഖവും നനച്ച ശേഷം ഭഗവാന്റെ മുന്നിൽ നിന്ന് നമഃശിവായ ഈ പറയുന്ന രീതിയിൽ ജപിച്ച് മുല്ലപ്പൂവോ തുമ്പപ്പൂവോ നടക്കി വെക്കുക. നടക്കി വെക്കുമ്പോൾ ചെറിയൊരു വാഴയില കീറി വേണം വെക്കാൻ കേട്ടോ, അല്ലാതെ നമ്മൾ വെറുതെ അങ്ങ് വെക്കരുത്. ഭഗവാനുള്ള ഒരു വിശ്വാസം, ഭക്തി, സമർപ്പണം, ഇതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കണം. അപ്പോഴാണ് ശ്രേഷ്ഠമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇത് നിങ്ങളിങ്ങനെ ചെയ്തോളുക. ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. ഒരു തവണ ചെയ്തുകൊണ്ട് ബലം ഉണ്ടാകണമെന്നൊന്നുമില്ല. നമ്മൾ ചിലർക്ക് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. അത് അവനവൻ്റെ ആവശ്യം പോലെ ആവർത്തിച്ചു കൊടുക്കുക. വളരെ പ്രധാനമായ ഒരു കാര്യം ഈ ഇപ്പോഴേ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അതായത് കൊച്ചു കുട്ടികൾ, നിങ്ങളിത് മുഴുവൻ കേൾക്കണം കേട്ടോ, ഇതിൻ്റെ അകത്ത് കാര്യമുണ്ട്. കൊച്ചു കുട്ടികൾ കരഞ്ഞു കഴിയുമ്പം മാതാപിതാക്കൾ അവരുടെ ഇത് മിണ്ടായിരിക്കാൻ, അല്ലെ ഒരു ശല്യം ഒഴിവാക്കാൻ വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് മാതാപിതാക്കൾക്കല്ലേ എന്തെങ്കിലും ജോലി ചെയ്യാനുള്ള ഒരു തടസ്സം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു തടസ്സം മാറ്റാൻ വേണ്ടി പിള്ളേരെ ഈ മൊബൈൽ കൊടുക്കും. മൊബൈൽ കൊടുത്ത് പിള്ളേർ ഇത് ഗെയിം കളിക്കും, അത് കളിക്കും, ഇത് കളിക്കും. ഇന്ന് ഞാനിത് പറയാൻ കാര്യമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതായത് ഇതൊരു ചെറിയ കാര്യമായിട്ട് തോന്നും, പക്ഷേ ഇപ്പം ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് ഈ കുട്ടികൾ മൊബൈൽ കൂടുതലായിട്ട് ഉപയോഗിച്ച് മൊബൈലിന് അഡിക്ഷൻ ആകുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടുള്ള പ്രശ്നം എന്നാണെന്നറിയാമോ? ഇങ്ങനെയുള്ള കുട്ടികളോട് എന്തെങ്കിലും ഒരു വഴക്ക് പറഞ്ഞാലും, അല്ലെ അവരുടെ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടെന്ന് പറഞ്ഞാലും പെട്ടെന്ന് പോയി എന്തോ ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. ചിലർ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറുണ്ട്, ടി വിയിലും കാണാറുണ്ട്. പിള്ളേർക്ക് അതിനെ ഒരു 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 പെട്ടെന്ന് അവരെന്തോ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഡിപ്രഷൻ, മൊബൈൽ എപ്പോഴും കൂടുതൽ ഉപയോഗിച്ച്, ചിലപ്പോൾ ഗെയിം ആയിരിക്കാം, അതായിരിക്കാം, ഇതായിരിക്കാം, കൂടുതൽ ഉപയോഗിച്ച് വരുമ്പോൾ ഡിപ്രഷന് ചിലർ മാനസികമായിട്ട് കൺസൾട്ടിങ്
കൗൺസിലിങ്, സൈക്കാട്രി ഒക്കെ ചെയ്യുന്നവരുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് വീട്ടുകാർ ശ്രദ്ധിക്കണം. ചെറുപ്പം തൊട്ടേ കുട്ടികളിൽ അവർ മിണ്ടാതിരിക്കാൻ, വഴക്കുണ്ടാക്കാതിരിക്കാൻ മൊബൈൽ കൊടുക്കും. അങ്ങനെ ഈ ചെറുപ്പം തൊട്ടേ ഇതിങ്ങനെ ചെയ്ത് ഇവർ ഒരു അഡിക്ഷനായിട്ട് മാറും. ഒരു അഡിക്ഷനായിട്ട് മാറിക്കഴിയുമ്പോൾ പിന്നെ പ്രായമായി കഴിയുമ്പോഴും അവരോട് എന്തുവെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്ത പറഞ്ഞാൽ ഇവർ എന്തോ ചെയ്യുന്നത് പറയാൻ പറ്റത്തില്ല. ജീവിതം തന്നെ ചിലപ്പോൾ അവസാനിപ്പിച്ചെന്നിരിക്കാം. അങ്ങനെ പത്രവാർത്തകളും പിന്നെ ടി വിയിലെ ന്യൂസുകളും ഒക്കെ ഇടയ്ക്ക് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കുട്ടികൾ ഇത് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഒരു മൈൻഡ് ഒരു ഡിപ്രഷൻ, അബ്സെൻറ്റ് മൈൻഡാണ്, ഒരു പ്രത്യേക അവസ്ഥയാണ്. അവർക്ക് ആ നിമിഷത്തെ തരണം ചെയ്യാൻ അറിയത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞാൽ, അല്ലെ നിങ്ങളിപ്പം പോയി പഠിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവരാ ദേഷ്യം തീർക്കുന്നത് ചിലപ്പം സ്വന്തം ജീവൻ ചിലപ്പം എന്തെങ്കിലും കടുക്കുകയും ചെയ്തുകൊണ്ടായിരിക്കും. ഇത് മാതാപിതാക്കൾ ഇന്നത്തെ കാലത്ത് കൊച്ചു കുട്ടികളുടെ വരെ മൊബൈലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മൊബൈല് ഒന്നുകിൽ കുട്ടികൾക്ക് ഒരു മൊബൈൽ കൊടുത്താൽ തന്നെയും, കഴിവതും ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ തന്നെയും ഈ കുട്ടികളുടെ എല്ലാ ആക്ടിവിറ്റീസും മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. എല്ലാ ആക്ടിവിറ്റീസും വൈകിട്ട് വരുമ്പം അവരുടെ കാര്യങ്ങൾ എല്ലാം ചെക്ക് ചെയ്യണം. നമ്മളുടെ സന്തോഷത്തിലും സങ്കടത്തിലും കുട്ടികളെ പങ്കെടുപ്പിക്കണം. നമ്മുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് പറയുമ്പോഴും കുട്ടികൾ അത് അറിയണം. നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളും കുട്ടികൾ അറിയണം. ഒരു ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും ഇരുന്ന് എല്ലാവരോടും ഒന്നിച്ച് ആഹാരം കഴിക്കണം. ആഹാരം കഴിക്കുമ്പോൾ നാട്ടിലെ വിശേഷം, സ്കൂളിലെ വിശേഷം ഇതൊക്കെ പങ്കുവയ്ക്കണം. അതായത് എന്തും മാതാപിതാക്കളോട് കുട്ടികൾക്ക് പറയാം എന്നുള്ളൊരു അവസ്ഥ വരണം. അതുപോലെ മാതാപിതാക്കൾ എന്ത് പറഞ്ഞാലും കുട്ടികൾ കേൾക്കുമെന്നുള്ളൊരവസ്ഥയിലേക്ക് വരണം. ഇത് പരസ്പരമുള്ള ഒരു വിശ്വാസത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. പിന്നെ ഒരു കുട്ടിയുടെ മുന്നിലിരുന്നു കൊണ്ട് ആ കുട്ടിയുടെ അച്ഛൻ്റെ കുറ്റം അമ്മ പറയുക, അമ്മയുടെ കുറ്റം അച്ഛൻ പറയുക, ഈ ഒരു കാര്യം ഒഴിവാക്കണം. കാരണം ഇത് വലിയൊരു ആപത്താണ്. ഇപ്പം അമ്മ അച്ഛൻ്റെ കുറ്റം മക്കളോട് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നാളെ അമ്മയെക്കുറിച്ചും മക്കൾ ഇങ്ങനെ തന്നെയായിരിക്കും വിചാരിക്കുന്നത്? കാരണം അച്ഛൻ എന്ന് പറഞ്ഞാൽ അത് ആ അച്ഛൻ, ഇപ്പം നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത് അച്ഛൻ നമ്മളോട് എന്ത് ചെയ്താലും നമ്മൾ അച്ഛനെ അതുപോലെ ബഹുമാനിക്കണം, സ്നേഹിക്കണം എന്നാണ്. അതുപോലെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം. കുറ്റവും കുറവില്ലാത്ത മനുഷ്യരില്ല. അപ്പോൾ ഒരു അച്ഛൻ്റെ കുറ്റം മക്കളോട് പറയരുത്. അതുകൊണ്ട് തന്നെ അച്ഛൻ അമ്മയുടെ കുറ്റം മക്കളോട് പറയരുത്. കാരണം അച്ഛനും അമ്മയ്ക്കും മക്കളുടെ മനസ്സിലുള്ള സ്ഥാനം നഷ്ടപ്പെട്ടാൽ അവർക്ക് എല്ലാത്തിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടും. അവർക്ക് പിന്നെ ഒന്നിലും വിശ്വാസ്യതയോ അവരുടെ വിശ്വാസ്യതയാണ് പോകുന്നത്. കാരണം അവരെ ആദ്യം ജനിച്ച ഉടനെ കാണുന്നത് അച്ഛനെ അമ്മയാണ്. അവരാണ് അവരുടെ ജീവിതത്തിലെ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ഉള്ളിലുള്ള അവരുടെ ഒരു പ്രധാന ഒരു സ്ഥാനമുണ്ട് അച്ഛനും അമ്മയ്ക്കും. അപ്പോൾ ഇവരിൽ ആരെങ്കിലും വിശ്വാസ്യത നഷ്ടപ്പെടുമ്പോൾ അവരുടെ ജീവിതം ഉലയും. ആ ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ഇംബാലൻസ് ഉണ്ടാകുന്നത്, അവരുടെ ജീവിതത്തിലെ താളം തെറ്റുന്നപ്പോഴാണ്. പക്ഷെ അത് ഉടനെ ഒന്നും അറിയണമെന്നില്ല. അവർ പുതിയ കൂട്ടുകാരെ തേടിപ്പോകും. അപ്പോൾ ഈ കൂട്ടുകാരെ തേടിപ്പോകുമ്പോൾ ചിലപ്പോൾ നല്ല ആളുകളായിരിക്കണമെന്നില്ല. പുതിയ കൂട്ടുകെട്ടുകളിൽ പോകും, പുതിയ ശീലങ്ങളിൽ പോകും. അങ്ങനെയൊക്കെ പലരും കുട്ടികൾ പല വഴിയിൽ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികൾക്ക് മൊബൈൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. ഉണ്ടെങ്കിൽ അതിനൊരു സമയം വെക്കുക, അതിനൊരു നിയന്ത്രണം വെക്കുക, അത് ചെക്ക് ചെയ്യുക. പിന്നെ കൂടുതലും മാനസികമായിട്ട് അച്ഛനമ്മമാരും കുട്ടികളുമായിട്ടൊരു അടുപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അതുപോലെ കുട്ടികളുടെ അവരുടെ പരാജയങ്ങളും വിജയങ്ങളും എല്ലാം അച്ഛനോടും അമ്മയോടും പങ്കുവെക്കത്തക്ക രീതിയിലൊരു മാനസികമായ ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കണം അച്ഛനും അമ്മയും. അതുപോലെ തന്നെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം. അവർക്ക് വിജയിക്കാൻ മാത്രമല്ല തോൽക്കാനും പഠിപ്പിക്കണം. അതൊരു പ്രധാന ഒരു കാര്യമാണ്. കാരണം പല കുട്ടികൾക്കും വിജയിക്കാൻ മാത്രമാണ് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവർ പലപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കും. പക്ഷേ തോൽവികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവർക്കത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പോഴവർ പല കടുകയും ചെയ്യും, അല്ലെങ്കിൽ ചീത്ത ശീലത്തിന് അടിമയാകും, അല്ലെങ്കിൽ ലഹരിയുടെ പുറകെ പോകും. കാരണം തോൽവി അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം കുട്ടികളെ വിജയിക്കാൻ മാത്രമല്ല ചെറുപ്പത്തിലെ പഠിപ്പിക്കണം, തോൽക്കാനും പഠിക്കണം. അപ്പം തോറ്റു കഴിഞ്ഞ് വീണ്ടും വിജയിക്കാനും പഠിപ്പിക്കണം. അവിടെയാണ് കാര്യം കിടക്കുന്നത്. തോൽക്കാനും പഠിപ്പിക്കണം, തോറ്റു കഴിഞ്ഞ് വിജയിക്കാനും പഠിപ്പിക്കണം. ഈ തോൽക്കുന്ന അനുഭവം വിജയത്തെ ജീവിതത്തിൽ കുട്ടികൾക്ക് ഉണ്ടാകണം. എങ്കിലേ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളെ അതിജീവിക്കാൻ പറ്റത്തുള്ളൂ.
അപ്പം വിജയം മാത്രമല്ല, തോറ്റിട്ട് വിജയിക്കുന്നതാണ് യഥാർത്ഥ വിജയമെന്ന് കുട്ടികളെ മനസ്സിലാക്കണം. കാരണം പലയിടത്തും തോൽവികൾ ഉണ്ടാകാം ജീവിതത്തിൽ. ഇപ്പോൾ അവരൊരു കല്യാണം കഴിച്ചു, ഒരു വിവാഹ ജീവിതത്തിൽ ഒരു പരാജയം ഉണ്ടായി, ആ തോൽവിയെ അതിജീവിക്കാൻ അവരെ പഠിപ്പിക്കണം. അല്ലെ അതിനെ അവർക്ക് എങ്ങനെ പരിഹരിക്കണമെന്നുള്ളത് പഠിപ്പിക്കാൻ, ആ തോൽവിയെ അതിജീവിക്കാൻ പഠിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ജീവിതം വിജയിക്കാൻ പറ്റുന്നത്. ജീവിതത്തിൽ പലപ്പോഴും തോൽവി പറ്റാം, അതൊരു കുടുംബജീവിതത്തിലായാലും അല്ലെങ്കിൽ ജീവിതത്തിലെ ഏത് കാര്യങ്ങളിലും എപ്പോഴും വിജയിക്കണമെന്നില്ല. അപ്പോൾ ഈ തോറ്റു കഴിഞ്ഞ് വിജയിക്കുമ്പോഴാണ് ഏറ്റവും വലിയ വിജയം. തോറ്റു കഴിഞ്ഞ് വിജയിക്കുമ്പോൾ കിട്ടുന്ന ഒരു മനക്കരുത്ത് വിജയിക്കുമ്പം കിട്ടത്തില്ല. തോറ്റിട്ട് വിജയിക്കുന്നവന് കിട്ടുന്ന ഒരു മനസ്സിൻ്റെ കരുത്ത് വിജയം മാത്രമുള്ളവന് കിട്ടത്തില്ല. അതൊരു ഉൾക്കരുത്താണ്. അതാണ് നേടിയെടുക്കേണ്ടത്. എന്നുവരെ മനഃപൂർവ്വം തോക്കണമെന്നല്ല. ജീവിതത്തിൽ തോൽവികൾ ഉണ്ടാകാം, പക്ഷേ ആ തോൽവികളെ നമ്മൾ സ്വീകരിക്കാൻ പഠിക്കണം. സ്വീകരിച്ചു അതിലെ പോരായ്മകൾ പരിഹരിച്ചു വീണ്ടും വിജയത്തിലെത്താൻ എന്ന് പഠിപ്പിക്കണം. അതാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇന്നത്തെ കുട്ടികൾക്ക് അവരെ വീട്ടിൽ പഠിപ്പിക്കുന്നതല്ല നിങ്ങൾ ജയിക്കണമെന്ന് മാത്രം. തോൽവികളും ഉണ്ടാകാം. ആ തോൽവികൾ ഉണ്ടായാലും അതിനെ നിന്നും പാഠങ്ങൾ പഠിച്ചത് വിജയിക്കുകയും വേണം. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവർക്ക് മനസ്സിലാകും. തോൽവികൾ ഉണ്ടായാൽ പോലും അവരതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. തോൽവികളെ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ജീവിതത്തിൽ കുട്ടികൾക്ക് പല കാര്യങ്ങളും പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ എന്തെല്ലാം ജോലി സമയത്തൊക്കെ ആളുകളുടെ വായിരിക്കുന്ന കേട്ടിരിക്കുന്നു, എന്തെല്ലാം മോശമായ സംസാരങ്ങളൊക്കെ കേട്ടിരിക്കുന്നു ജോലി സമയത്തുമൊക്കെ. പക്ഷെ നമുക്കതിൻ്റെ അകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞാൽ അവരെന്തോ ചെയ്യുന്നു പറയാൻ പറ്റത്തില്ല നമുക്ക്. കാരണം നമ്മളതൊക്കെ കേട്ട് വളർന്നതാണ്. ചെറുപ്പത്തിലെ വീട്ടിലാണേലും വഴക്ക് പറയും. അതുപോലെ കരയാനും ചിരിക്കാനും കുട്ടികൾ ജീവിതത്തിൽ പഠിച്ചിരിക്കണം. ചിരിക്കാൻ മാത്രമല്ല, കരയാനും പഠിച്ചിരിക്കണം. കരച്ചിൽ വരുമ്പം കരഞ്ഞോണം, ചിരി വരുമ്പം ചിരിച്ചോണം. ഇതെല്ലാം പഠിക്കണം. ഇതൊക്കെ അതിജീവനമാണ് ജീവിതത്തിൻ്റെ. ഇതെല്ലാം ചേരുമ്പോഴാണ് ജീവിതമാകുന്നത്. അല്ലാതെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പാഠങ്ങൾ മാത്രം ചേരുമ്പോഴല്ല. ഇതൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് പലർക്കും ഇല്ല. അവരൊക്കെ എല്ലാം ഉള്ളിൽ ഒതുക്കുകയാണ്. കുട്ടി ഒന്ന് കരയാൻ പോയാൽ ഉടനെ അപ്പൻ വന്നിട്ട് മൊബൈൽ കൈ കൊടുക്കും. കുഞ്ഞ് കരയരുത്, കരയണം, ചിരിക്കണം. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്ന് കരുതി എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ല. കരച്ചിലും ചിരിയും ഒക്കെ ആ കുട്ടികളിൽ വന്നു പോകേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എല്ലാം ഉള്ളിലിരുന്നുകൊണ്ട് തിങ്ങും. ആ കുട്ടികൾ പിന്നെ എന്തോ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരെ വളർത്തിക്കൊണ്ട് വരുന്ന ആ സാഹചര്യത്തിനും അച്ഛനമ്മമാർക്കും ഒക്കെ അതിൻ്റെ അകത്ത് പങ്കില്ലേ? അത് ഞാൻ പറഞ്ഞത്. പിന്നെ കുട്ടികളെയും കൊണ്ട് നിങ്ങൾ ദേവാലയ ദർശനം നടത്തണം. ഈശ്വരനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. നന്മയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. പറ്റുമെങ്കിൽ സത്സംഗങ്ങളിൽ പങ്കെടുപ്പിക്കണം. ഇത് കുട്ടികളൊന്നും ആദ്യമൊന്നും ചിലപ്പോൾ വിമുഖത കാണിക്കും. പക്ഷേ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ കുട്ടികളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാവും. അവർ തെറ്റായ ആളുകളുടെ പുറകെ പോകത്തില്ല, തെറ്റായ കാര്യങ്ങളുടെ പുറകെ പോകത്തില്ല. ഈശ്വരനെക്കുറിച്ച്, നന്മയെക്കുറിച്ച്, നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെപ്പോഴും ജീവിതത്തിൽ ആ മൂല്യം ഉൾക്കൊള്ളും. അച്ഛനെയും അമ്മയും ഒക്കെ മനസ്സിലാക്കി അവരെയൊക്കെ നോക്കണമെന്നും ജീവിതത്തിൻ്റെ ധാർമ്മികത മനസ്സിലാക്കണം കുട്ടികൾ. ധാർമ്മികത എന്ന് പറഞ്ഞാൽ ധാർമ്മിക മൂല്യങ്ങൾ, അച്ഛൻ, അമ്മ, സമൂഹം, നന്മ, ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് അതിനോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം, അച്ഛനോടും അമ്മയോടുള്ള ഉത്തരവാദിത്വം, സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം, ഈശ്വരനോടുള്ള ഭക്തി. ഈശ്വരൻ എന്താണ്? ഈശ്വരൻ നന്മയാണ്. ഒരു പേന പോലും ഒരാളുടെ എടുക്കണമെങ്കിൽ ഞാൻ ഈ പേന എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് എടുക്കാനുള്ളൊരു സംസ്കാരം അവനിലേക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു കുട്ടി തെറ്റ് ചെയ്യാതിരിക്കുന്നത്. അല്ലെങ്കിൽ അവൻ എന്തോ ചെയ്യുന്നു പറയാൻ പറ്റത്തില്ല. ഇപ്പം വാർത്തകളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പൈസ ചോദിച്ചിട്ട് കൊടുത്തില്ലേ പോലും ചിലപ്പോൾ അവൻ എന്താ ചെയ്യുന്നു പറയാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പേന എടുത്തോട്ടെ എന്ന് അനുവാദം ചോദിച്ചിട്ട് ഒരു പേന മേടിക്കുന്ന ഒരു കുട്ടി ഒരിക്കലും അവനെ ഒരു പൈസ കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ അച്ഛനെയും അമ്മയും അവനെ അതിക്രമിക്കത്തൊന്നുമില്ല. കാരണം അവൻ്റെ ആ ഒരു സംസ്കാരം, അതായത് ഒരു കാര്യം പോലും ഒരു വ്യക്തിയുടെ ഒരു പേന പോലും എടുക്കുന്നതിന് അനുവാദം ചോദിച്ചിട്ട് മേടിക്കുന്നതുകൊണ്ട് ഒരിക്കലും മറ്റുള്ള ആ ഒരു തെറ്റുകൾ ചെയ്യത്തില്ല. അപ്പം ഇങ്ങനെയുള്ള ഇതൊക്കെ ഈശ്വരീയമായ വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ്. അവൻ്റെ ഉള്ളിലെ നന്മകളുടെ ഭാഗമാണ്. അങ്ങനെയുള്ള കുട്ടികൾ ആരും അക്രമശാലികളോ അക്രമങ്ങൾ ചെയ്യുന്നവരോ ഒന്നും ആയിത്തീരത്തില്ല. അപ്പോൾ ഈ സത്സംഗങ്ങളെ, ഈശ്വരീയമായ കാര്യങ്ങളെ പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഈശ്വരീയമായ കാര്യങ്ങളെ ഇപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇപ്പോഴത്തെ കുട്ടികൾ പലരും വയലൻസാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ പറ്റുന്നില്ല. അതാണ് അതിൻ്റെ കാര്യം. പൊട്ടിത്തെറിക്കുക. അതെന്തുകൊണ്ടാണ് പൊട്ടിത്തെറിക്കുന്നത്? അവർ ആ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പഠിക്കാത്തത് കൊണ്ടാണ്. ഇതൊക്കെ ഇന്നത്തെ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇത് ഉറപ്പായിട്ടും കാണണം എന്ന് പറഞ്ഞത്. അപ്പം
എല്ലാ ജീവിതത്തിലെ നമ്മൾ വീട്ടിലെ ബുദ്ധിമുട്ടുകളും സന്തോഷവും സങ്കടവും ഒക്കെ കുട്ടികളിലൂടെ അവർക്കൂടെ അറിഞ്ഞിരിക്കണം. അവരോട് അറിയുമ്പോഴാണ് ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാകുന്നത്. അല്ലാതെ നിങ്ങൾ കുട്ടികളെ ചെറുപ്പത്തിൽ പഠിപ്പിക്കുന്ന, അതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം. ഇപ്പം എനിക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന എനിക്കുള്ള കഴിവിൽ, ഉള്ള സമ്പത്തിൽ, എനിക്കുള്ള കാര്യങ്ങളിൽ ഞാൻ സന്തോഷിക്കാനും ഈശ്വരനോട് നന്ദി പറയാനും കുട്ടികളെ പഠിപ്പിക്കണം. ഇന്നിപ്പം കുട്ടികളോട് പറയുന്നത്, നിനക്ക് അവൻ്റെ അപ്പുറത്തെ ചെറുക്കനെക്കാട്ടും മാർക്ക് കുറവാ, ഇതില്ല, അപ്പുറത്തെ കുട്ടിയെക്കാട്ടിലും മാർക്കില്ല, നിനക്ക് കഴിവില്ല, ഇങ്ങനെ ഇല്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നിനക്കൊന്നും ഇല്ല എന്നുള്ള ഒരു രീതിയിലാണ് അവനെ വളർത്തിക്കൊണ്ട് വരുന്നത്, പൊതുവായിട്ട് പറഞ്ഞാൽ. പക്ഷേ കുട്ടികളെ കൊണ്ട് എനിക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന കഴിവിൽ, എനിക്കും ഈശ്വരൻ കഴിവ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു തോൽവി ഉണ്ടായാൽ പോലും വിജയിക്കാൻ എനിക്ക് പറ്റും. ആ തോൽവിയെ അംഗീകരിക്കണം, എന്നിട്ട് വിജയത്തിലേക്ക് വരാൻ പറ്റും. ആ വിജയത്തെ ആസ്വദിക്കണം. തോൽവിയെ അതിജീവിച്ചിട്ട് വിജയത്തിലേക്ക് വരുമ്പോഴാണ് എനിക്ക് ഉൾക്കരുത്ത് കിട്ടുന്നത്, മനക്കരുത്ത് കിട്ടുന്നത്. ആ ഒരു കരുത്ത് വേറൊരു കാര്യം ചെയ്യുമ്പോഴും കിട്ടത്തില്ല. അതുപോലെ എനിക്കുള്ളതിൽ സന്തോഷിക്കുവാനും അതിന് ഈശ്വരനോട് നന്ദി പറയാനും കുട്ടികളെ പഠിപ്പിക്കണം. അത് പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ഈ കുട്ടികൾ പ്രായമായിട്ട് വരുമ്പോൾ അവരാരും സംതൃപ്തരല്ലല്ലോ. ഇപ്പം എഞ്ചിനീയർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, കുട്ടികൾ എത്ര പഠിച്ചേത് നിലയിലെത്തി അവരാരും സംതൃപ്തരല്ല. എന്തുകൊണ്ടാണെന്നറിയോ? അവരെ ചെറുപ്പത്തിൽ പഠിപ്പിക്കണം, ഉള്ളതിൽ സന്തോഷിക്കാൻ പഠിപ്പിക്കണം. എനിക്ക് ഈശ്വരൻ തന്ന കഴിവിൽ ഈശ്വരനോട് ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ അവൻ സന്തോഷിക്കാൻ പഠിച്ചാൽ, ഉള്ളതിൽ സന്തോഷിക്കാൻ പഠിച്ചാൽ അവൻ്റെ ഉള്ളിൽ സംതൃപ്തി ഉണ്ടായി വരും. അപ്പോഴവന് സന്തോഷവാനായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ പ്രായമായി കഴിയുമ്പോഴും ഇവൻ എന്തുണ്ടെന്ന് പറഞ്ഞാൽ ഇവന് സംതൃപ്തി കാണത്തില്ല. വീടുണ്ടെങ്കിലും, നല്ല കുടുംബം ഉണ്ടെങ്കിലും, കാറുണ്ടെങ്കിലും, സാമ്പത്തികം ഉണ്ടെങ്കിലും ഇവൻ സംതൃപ്തനല്ല. കാരണം ഉള്ളതിൽ സന്തോഷിക്കാൻ അവനെ പഠിപ്പിച്ചിട്ടില്ല. ചെറുപ്പത്തിൽ ഇത് പഠിപ്പിക്കണം. നമുക്കുള്ള കഴിവിൽ, നമുക്കുള്ള സമ്പത്തിൽ, നമ്മുടെ നല്ലൊരു കുടുംബം, ഒരു അച്ഛൻ അമ്മ കിട്ടിയതിൽ എല്ലാ ഈശ്വരനോട് നന്ദി പറയുക. നമ്മൾ ജീവിക്കുന്നതിൽ, ശ്വസിക്കുന്നതിൽ, നമ്മൾ ഓരോ നിമിഷവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ, ഉള്ള കാര്യത്തിൽ സന്തോഷിക്കാൻ പഠിപ്പിക്കണം. അതിന് ഈശ്വരനോട് നന്ദി പറയാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കണം. ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, ഈശ്വരനോട് നന്ദി പറയുന്നതിൻ്റെ ഒരു ശക്തി കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം. അങ്ങനെയുള്ള കുട്ടികൾ സംതൃപ്തരായിരിക്കും. അവർ വളർന്നു വരുമ്പോഴും അവരേറ്റവും സന്തോഷവന്മാരും സമൂഹത്തിന് ഉപകാരികളുമായിരിക്കും. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പങ്കുവെച്ചതേ ഉള്ളൂ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.